Hi, CSIR coaching the ഭാഗമായിട്ട് അനാലിസിസിലെ മെട്രിക് സ്പേസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ ഒരു മെട്രിക് സ്പേസിലെ ബോൾ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ബോൾ അറ്റ് എ പോയിന്റ് പി വിത്ത് റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ എന്താ, പിയിൽ നിന്ന് ആറിൽ കുറഞ്ഞ അകലത്തിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും കളക്ഷൻ. അതാണ് ബോൾ അറ്റ് പി വിത്ത് റേഡിയസ് ആർ അല്ലെങ്കിൽ നൈബർഹുഡ് ഓഫ് പി വിത്ത് റേഡിയസ് ആർ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സിമ്പിൾ ബി പി ആർ ആയിരുന്നു. ഞാൻ അവിടെ ഒരു കാര്യം പറയാൻ വിട്ടു. ബി പി ആർ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പം ആർ എനി റിയൽ നമ്പർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷേ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും ബി പി ആർ എം ടി ആണെന്ന്. അതിൻ്റെ പ്രൂഫാണ് ഞാൻ അവിടെ കൊടുത്തത്. അങ്ങനത്തെ ആർ ലെസ് ദാൻ ഈക്വൽ ടു 0 ആകുമ്പം ബി പി ആറിൽ ഒരു പോയിൻറ്റ് എക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഡി പി എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ. അത് കോൺട്രഡിക്ഷൻ അല്ലേ? കാരണം ഡി പി എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഓൾവേസ്. അതാണ് മെട്രിക് സ്പേസിൻ്റെ ഡെഫിനിഷൻ, അതാണ്. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് ബി പി ആർ എം ടി ആണ് ഈ ഫാർ ലെസ് ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് ഏതെങ്കിലും തിയറത്തിൻ്റെ ഭാഗമായിട്ടോ പ്രൂഫിൻ്റെ ഭാഗമായിട്ടോ ഒരു ബോൾ അറ്റ് എ പോയിന്റ് പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് പോസിറ്റീവ് റേഡിയസുള്ള ബോളാണ്. ഈ എം ടി സെറ്റ് നമുക്ക് ആവശ്യമില്ല. ടേക്ക് എ ബോൾ അറ്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടത് പിയിലുള്ള ഒരു പോസിറ്റീവ് റേഡിയസുള്ള ബോളാണ് കേട്ടോ. ഈ എം ടി സെറ്റ് നമ്മൾ എവിടെയും ഇനി പരിഗണിക്കില്ല, മറക്കണ്ട. ഞാനത് എവിടെയും ഇനി റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ബോൾ തന്നെ പോസിറ്റീവ് റേഡിയസുള്ള ബോളായിരിക്കണം. ഇനി ഞാൻ പുതിയ കാര്യങ്ങളിലേക്ക് പോട്ടെ. അത് ഞാനൊരു ഡെഫിനിഷനാണ്. ഞാൻ ഇവിടെ ഒരു സെറ്റ് വരച്ചിട്ടുണ്ട്. ഈ വരച്ച് ഇതിൻ്റെ ബൗണ്ടറി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ ആ സെറ്റോട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ്, അതാ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് കാണിക്കും. ഇത് ഇൻറ്റീരിയർ പോയിൻ്റാണ്, ഉള്ളിലുള്ള പോയിൻ്റാണ്, ഇത് ബൗണ്ടറി പോയിൻ്റാണ്, ഇത് പുറത്തുള്ള പോയിൻ്റൊക്കെ നിങ്ങൾ തൊട്ട് കാണിക്കും. അതല്ലാതെ ഈ തൊട്ട് കാണിക്കാതെ അത് പോയിൻ്റ് ഏതാ, ഇൻറ്റീരിയർ പോയിൻ്റ് ഏതാന്ന് നിങ്ങളെങ്ങനെ ഒന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യും? തൊട്ട് കാണിക്കാമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് ആലോചിച്ച് നോക്കുക. ഞാൻ എന്തായാലും പറയട്ടെ. നിങ്ങളൊരു സാധനത്തിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന് മാത്രമുള്ള പ്രത്യേകത കണ്ടുപിടിക്കേണ്ടേ, എന്നാലല്ലേ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻറ്റീരിയർ പോയിൻ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന് മാത്രമുള്ള ഒരു പ്രത്യേകത നമ്മൾ കണ്ടുപിടിക്കാം. ഞാനൊരു ഇൻറ്റീരിയർ പോയിൻ്റ് എടുത്തു. നിങ്ങൾ ഒരു R2 വിത്ത് യൂഷ്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പോയിൻറ്റിന് ചുറ്റും എനിക്കൊരു ബോൾ വരയ്ക്കാൻ പറ്റില്ലേ? ആ ബോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന രീതിയിൽ അല്ലേ? നിങ്ങൾ ഏതൊരു ഇൻറ്റീരിയർ പോയിൻ്റ് എടുത്ത് നോക്കൂ. ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും എനിക്കൊരു ബോൾ കിട്ടും. ആ ബോൾ കംപ്ലീറ്റ്ലി ആ സെറ്റിൽ തന്നെ വരും. നിങ്ങളിനി ഇവിടെ വന്നാലും കിട്ടും. നിങ്ങൾ ബോൾ ചെറുതാക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. വലിയ വലിയ ബോളൊക്കെ പുറത്ത് പോകുമെങ്കിലും ചെറിയൊരു ബോളെങ്കിലും കിട്ടും. ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ ചെറിയൊരു ബോളെങ്കിലും കിട്ടും. ആ ബോൾ ആ സെറ്റിൽ തന്നെ കിടക്കുന്ന രീതിയിൽ. നിങ്ങളത് ബൗണ്ടറിയിൽ വന്നാൽ അങ്ങനെ കിട്ടുമോ? ഇവിടുത്തെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും നിങ്ങൾ എത്ര ചെറുതാക്കി വരച്ചിട്ടും കാര്യമില്ല, ആ ബോളിൻ്റെ കുറച്ച് പോർഷൻ പുറത്തു പോകും അല്ലേ? നിങ്ങളിനി കംപ്ലീറ്റ്ലി പുറത്ത് വന്നു, നിങ്ങൾ എത്ര ചെറുതാക്കി വരച്ചിട്ടും കാര്യമില്ല, വലുതാക്കി എന്ത് കോലത്തിൽ വരച്ചിട്ടും കാര്യമില്ല. നിങ്ങളിവിടെ വരയ്ക്കുന്നത് ഏത് ബോളിൻ്റെയും കുറച്ച് പോർഷൻ ഇതിൻ്റെ പുറത്ത് തന്നെയാണ്. വലുതാക്കി വരച്ചാൽ കുറച്ച് പോർഷൻ ഉള്ളിൽ ഇതിലേക്ക് കൂടെ ഓവർലാപ്പ് ചെയ്യും. ഇപ്പോൾ വലിയൊരു ബോൾ അതിന് ചുറ്റും വരച്ച് വെച്ചാൽ ഓവർലാപ്പ് ചെയ്യും. പക്ഷേ അതിൻ്റെയും കുറച്ച് ഭാഗം പുറത്തല്ലേ അല്ലേ? അപ്പോൾ പുറത്തുള്ള ഒരു പോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചുറ്റും നിങ്ങൾ ഏത് സൈസിലുള്ള ബോൾ വരച്ചിട്ടും കാര്യമില്ല, അതിൻ്റെ കുറച്ച് പോർഷൻ പുറത്തായിരിക്കും. ബൗണ്ടറി ഉള്ള പോയിൻറ്റിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ചുറ്റും നിങ്ങൾ ഏത് സൈസിലുള്ള ബോൾ വെച്ചിട്ട് കാര്യമില്ല, ആ ബോളിൻ്റെ ഒക്കെ കുറച്ച് പോർഷൻ പുറത്തായിരിക്കും. പക്ഷേ ഇൻറ്റീരിയർ പോയിൻറ്റിൻ്റെ പ്രത്യേകത അതിന് ചുറ്റുമുള്ള നിങ്ങൾക്ക് ഒരു ബോളെങ്കിലും കിട്ടും, സച്ച് ദാറ്റ് ആ ബോൾ കംപ്ലീറ്റ്ലി ആ സെറ്റിൽ തന്നെ കിടക്കും. അപ്പോൾ ആ ഇൻറ്റീരിയർ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കിട്ടില്ലേ? നമുക്കത് ഇൻറ്റീരിയർ പോയിൻറ്റ് ഡെഫിനിഷനാക്കി ഉപയോഗിച്ചൂടെ? അപ്പോൾ ഇൻറ്റീരിയർ പോയിൻറ്റ് ഡെഫിനിഷൻ അതാണ്. നിങ്ങൾ വായിച്ച് നോക്കുക. ഒരു മെട്രിക് സ്പേസ് എക്സിൻ്റെ അകത്തുള്ള എക്സിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ. അതിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റാണ് പി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താ? അപ്പിയുള്ള ഒരു ബോൾ ഞാൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തൊന്നും പറയില്ല, ഒരിട്ടൂടെ ഞാൻ പറയുകയാണ്. ബോളോട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് റേഡിയസുള്ള ബോളാണ്. അപ്പോൾ അപ്പിയുള്ള ഒരു ബോൾ നിങ്ങൾക്ക് കിട്ടും. സർ ആ ബോൾ കംപ്ലീറ്റ്ലി ആ സെറ്റിൽ തന്നെ കിടക്കണം. അപ്പോഴാണ് നിങ്ങൾ ആ പി ഈൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണെന്ന് പറയാം. കൺഫ്യൂഷനൊക്കെ ഉള്ളവർ പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാം. ഇനി ഞാൻ അടുത്തൊരു ഡെഫിനിഷൻ പറയട്ടെ. ഈ ഇൻറ്റീരിയർ പോയിൻ്റ് വെച്ചിട്ട് ഒരു ഓപ്പൺ സെറ്റുള്ളൊരു ഡെഫിനിഷനാണ്. ഒരു സെറ്റ് ഓപ്പണാണ് എപ്പോഴാണ് പറയാമെന്നറിയോ? ഈ ഒരു സെറ്റ് ഈ സെറ്റിൻ്റെ ബൗണ്ടറി പോയിൻ്റ് അങ്ങനെ ഒഴിവാക്കി. ബൗണ്ടറി പോയിൻ്റ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിൻ്റെ ഉൾഭാഗം മാത്രം. ഇതൊരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. കാരണം എന്താ അറിയോ? ഇതിൻ്റെ അകത്തുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും അത് ഇൻറ്റീരിയർ പോയിൻ്റേ വരുള്ളൂ. കാരണം ആ ഏതൊരു പോയിൻ്റ് എടുത്താലും ഒരു ബോൾ അതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഈ സെറ്റിൻ്റെ ബൗണ്ടറി പോയിൻ്റ് നമ്മുടെ സെറ്റിലില്ല. ഈ ചിത്രത്തിലെ ബൗണ്ടറി പോയിൻ്റ് നമ്മുടെ സെറ്റിലില്ല. അപ്പോൾ നിങ്ങൾ ഈ സെറ്റിലെ എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലെ പോയിൻറ്റ്സ് എടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ബോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവില്ലേ? അപ്പോൾ അതെന്താ? ഇതൊക്കെ ഇൻറ്റീരിയർ പോയിൻറ്റ്സാണ്. അങ്ങനെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് മാത്രമുള്ള സെറ്റിനാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പൺ സെറ്റ് എന്ന് പറയാം. ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ തരാം. അപ്പോൾ അതാ ഈ ഒരു സെറ്റ് പരിഗണിച്ച് നോക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 അല്ലേ? ഈ സെറ്റിനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്പർ ലൈൻ ഇവിടെ ഉണ്ടാവും. 0, 1,
2. ഇതാ ഈ 1 മുതൽ 2 വരെയുള്ള ഈ ഇതിനിടയിലുള്ള എല്ലാ പോയിൻറ്റ്സും എക്സ്ക്ലൂഡിങ് 1 and 2. ഈ സെറ്റ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം, ആറിലെ ബോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഒരു പോയിൻ്റ് എ എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളൊരു ബോൾ എന്ന് പറഞ്ഞാൽ എന്താ, എന്ന് ഒരു 6 അകലത്തിൽ 6ൽ കുറഞ്ഞ അകലത്തിലുള്ള പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണല്ലേ അല്ലേ. 6 ഇങ്ങോട്ടും എടുക്കുക. എന്നിട്ട് ഈ അകലത്തിലുള്ള ഇതിൽ കുറഞ്ഞ അകലത്തിലുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് നമ്മൾ എൻ്റെ ആ റേഡിയസുള്ള ബോൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഒരു ഇൻ്റർവൽ ആയിരിക്കും അതല്ലേ. അതായത് A-R മുതൽ A+R വരെയുള്ള നമ്പേഴ്സാണ് എൻ്റെ ആർ ബോൾ ഉണ്ടാവുക, എക്സ്ക്ലൂഡിങ് A-R ആൻഡ് A+R. അത് രണ്ടും അതിലുണ്ടാവില്ല. A-R ഉണ്ടാവില്ല, A+R ഉണ്ടാവില്ല. അതാണ് BAR ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, അതാണ് അവിടുത്തെ ബോളിൻ്റെ സ്ട്രക്ചർ. ഇനി ഈ സെറ്റിൻ്റെ അകത്ത് 1 മുതൽ 2 വരെയുള്ള എക്സ്ക്ലൂഡിങ് 1 and 2 ആ സെറ്റ് ഓപ്പൺ ആണോ നിങ്ങൾ നോക്കി നോക്കൂ. അവിടുന്ന് ഏതൊരു പോയിൻ്റ് എടുത്താലും അതുള്ള ഇങ്ങനത്തെ ഒരു ചെറിയ ബോൾ അതിൻ്റെ അകത്ത് തന്നെ കിട്ടൂലേ. ഇതിൻ്റെ അടുത്ത് ഏതെടുത്താലും കിട്ടൂലേ. അപ്പം ഈ സെറ്റിൻ്റെ അടുത്തുള്ള എല്ലാ പോയിൻറ്റ്സും എന്താണ്, അപ്പം ഇൻറ്റീരിയർ പോയിൻ്റാണ്. കാരണം അതിൻ്റെ അകത്തുള്ള ഏതൊരു പോയിൻറ്റിലും ഒരു ബോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു നൈബർഹുഡ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്താണ്, ഒരു ഓപ്പൺ സെറ്റാണ്. ഇതിനെ ഷോർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഇവിടെ ഈ സെറ്റിൻ്റെ ഇതിനെ വായിക്കുക. അതുകൊണ്ട് തന്നെ ഓപ്പൺ 1 2 എന്നാണ്. 1 മുതൽ 2 വരെയുള്ള എല്ലാ നമ്പേഴ്സും എക്സ്ക്ലൂഡിങ് 1 and 2 വരെ ഓപ്പൺ 1 2 എന്ന് വായിക്കും ഇതിനെ. കാരണം ഇതൊരു ഓപ്പൺ സെറ്റ് അത് പോകുന്നത് കിട്ടി, അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ 1 2 എന്ന് വായിക്കുക. ഈ ജനറൽ ഈ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് A ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബീനെ നമ്മളെന്ത് പറയുന്നത് അറിയോ, ഇങ്ങനെ അതൊരു ഓപ്പൺ സെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് പറയാം ഓപ്പൺ എ ബി എന്നാണ്. ഓക്കെ. ഇനി നിങ്ങൾ ഓപ്പൺ സെറ്റ് എക്സാമ്പിൾസൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ സെറ്റ് എടുത്തത് ഓപ്പൺ ആണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ എക്സാമ്പിൾസും എക്സസൈസൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ. ഒരു ഓപ്പൺ സെറ്റ് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. ഒരു സെറ്റ് ഈ ഓപ്പൺ ആവാനുള്ള കണ്ടീഷൻ എന്താ, ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം. അതായത് ഒരു പോയിന്റ് പി ബിലോങ്സ് ടു എടുത്തു കഴിഞ്ഞാൽ ആ പിക്ക് ചുറ്റും ഒരു നൈബർഹുഡ് അല്ലെങ്കിൽ ഒരു ബോൾ കിട്ടണം സച്ച് ദാറ്റ് ആ ബോൾ കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകത്ത് കിടക്കണം. അതല്ലേ ഈ ഓപ്പൺ ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ. ഇനി ജനറൽ മെട്രിക് സ്പേസ് ഈ BPR, അതായത് ബോൾ സെൻറ്റേർഡ് അറ്റ് പി വിത്ത് റേഡിയസ് ആർ നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. ഈ ഒരു സെറ്റ് അത് ഓപ്പൺ ആണോ നമ്മൾ ചോദിച്ചൂടെ അല്ലേ. അതായത് ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ് ആണോ, അതായത് ഇതിൻ്റെ അകത്തുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും അതിനൊരു നൈബർഹുഡ് അതിൻ്റെ അകത്ത് തന്നെ കിട്ടുമോ എന്ന് നമ്മൾ ചോദിച്ചൂടെ. യെസ്. അതിൻ്റെ ഉത്തരം ഏത് സ്പേസിൽ നിങ്ങൾ ബോൾ എടുത്താലും ആ ബോൾ ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കുന്നില്ല. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ R2 എടുക്കുക. R2 പി സെൻറ്റേർഡ് ആയിട്ടുള്ള ആ റേഡിയസ് ഉള്ളൊരു ബോൾ വിത്ത് യൂഷ്വൽ ഡിസ്റ്റൻസ് ആ റേഡിയസ് ഉള്ളൊരു ബോൾ ഞാൻ വെച്ചു. ഈ ബോൾ ഓപ്പൺ ആണ് നിങ്ങൾ പെട്ടെന്ന് കിട്ടും. ഇതിൻ്റെ അകത്തൊരു പോയിന്റ് Q നിങ്ങൾ എടുത്തോ. ഈ ക്യൂവിന് ചുറ്റും ആ ചെറിയ റേഡിയസ് ഉള്ളൊരു ബോൾ വരച്ചാൽ ആ ബോൾ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടൂലേ. വേറൊരു പോയിന്റ് ഇവിടെ എടുത്തോ, അതിന് ചുറ്റും ചെറിയ റേഡിയസ് ഉള്ളൊരു ബോൾ വെച്ചാൽ ഈ BPRൽ ഈ ബൗണ്ടറി വരില്ലല്ലോ അല്ലേ. ആറിൽ കുറഞ്ഞ അകലത്തിലുള്ള പോയിൻറ്റ്സ് അല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള പോയിൻറ്റ്സ് എടുക്കേണ്ടി വരിക. അതിന് ചുറ്റും ഒരു ചെറിയ റേഡിയസ് ഉള്ള ബോൾ അതിൻ്റെ അകത്ത് തന്നെ കിട്ടും. സോ നിങ്ങൾക്ക് R2 BPR ചിത്രം വരേണ്ട സഹായത്താണെങ്കിൽ എന്ന് മനസ്സിലായി, അതൊരു ഓപ്പൺ സെറ്റാണ് മനസ്സിലായി. ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് ജനറൽ മെട്രിക് സ്പേസിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി കേട്ടോ. യെസ്. ഞാൻ ഈ റേഡിയസ് വരക്കട്ടെ. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഈ ക്യൂവിന് ചുറ്റും ഒരു ബോൾ വരച്ചാൽ ആ ബോൾ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നത് കിട്ടിയില്ലേ. ആ ബോളിൻ്റെ റേഡിയസ് എത്ര വേണ്ടി വരും എന്നുള്ളൊരു എസ്റ്റിമേഷൻ ഞാൻ കൊണ്ടുവരിക. എന്നാലും എല്ലാ സ്പേസിലേക്കും എനിക്ക് അങ്ങനത്തെ ഒരു ബോൾ വെക്കാൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ക്യൂവിന് ചുറ്റും ഈ രണ്ട് ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസോ DPQ. ഇനി ബാക്കി വരുന്ന ഈ ചെറിയ ഡിസ്റ്റൻസില്ലേ, ഈ രണ്ടതിന് പുറത്തേക്കുള്ള ഈ ഡിസ്റ്റൻസില്ലേ, ആ ഡിസ്റ്റൻസിലെ റേഡിയസ് ഇല്ലേ, ഈ റേഡിയസ് എപ്പോഴും സേഫായിട്ട് വരയ്ക്കാവുന്നതാണ്. ആ റേഡിയസിലൊരു ബോൾ വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ഒക്കെ എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ പുറത്തേക്ക് കിടക്കുന്ന ഈ അകലം പറ്റില്ല. ഈ അകലുള്ള റേഡിയസ് ഇതിന് ചുറ്റും വെച്ച് നോക്കി പുറത്തേക്ക് പോകും. പക്ഷേ ഈ രണ്ടാമത് വരുന്ന പുറത്തേക്കുള്ള ഈ അകലം എടുത്ത് വെച്ചിട്ട് റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ ആ റേഡിയസ് ആയിട്ട് ഒരു നിങ്ങൾ ബോൾ വരച്ച് കഴിഞ്ഞാൽ ആ ബോൾ നമ്മളെ BPRൽ തന്നെ കിടക്കണാവാൻ പറ്റും. യെസ്. ആ റേഡിയസ് ദിസ് ഈസ് ഇതെന്താണ് DPQ, ഡിസ്റ്റൻസ് ഫ്രം P to Q. യൂഷ്വൽ ഡിസ്റ്റൻസ് തന്നെയാണ് ഇത് DPQ. ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര വരും, R - DPQ. ഈ R - DPQ റേഡിയസ് ഉള്ള ബോൾ ക്യൂവിന് ചുറ്റും വരച്ചാൽ നിങ്ങൾക്ക് ആ ബോൾ നമ്മളെ BPRനുള്ളിൽ കിടക്കുന്നത് കാണാൻ പറ്റും അല്ലേ.
അപ്പോൾ അതൊരു ജനറൽ സ്പേസിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. ജനറൽ സ്പേസിൽ BPR എടുത്തു, ഇത് ഓപ്പൺ ആണെന്ന് പറയണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് ഞാനൊരു പോയിന്റ് അവിടെ എടുത്ത പോലെ Q എടുക്കട്ടെ. Q ബിലോങ്സ് ടു BPR. എനിക്ക് എന്താ വേണ്ടത്, ഈ പോയിന്റ് Q ഈ BPRൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് എന്ന് കാണിക്കണം. അതായത് ഇതിന് ചുറ്റും ഞാനൊരു ബോൾ കൊണ്ടുവരണം. അതായത് അതിൻ്റെ റേഡിയസ് ഒക്കെ ഞാൻ പറയണം. അപ്പം ആ ബോൾ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടണം. ആ റേഡിയസ് ആയിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, ഹിൻഡ് R - DPQ വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കിയൂടെ. കാരണം R2 അതല്ല റേഡിയസ് ആയിട്ട് വന്നത്. ഓക്കെ, ഞാൻ Qന് ചുറ്റുമുള്ള R - DPQ ഉള്ള ബോളൊന്ന് ഞാൻ പരിഗണിച്ച് നോക്കട്ടെ. അവിടെ പോലെ തന്നെ ആ ബോള് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ പ്രൂഫായല്ലോ. കാരണം എന്താ, Qന് ചുറ്റുമുള്ളൊരു ബോൾ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടി. അപ്പോൾ Q ഇൻറ്റീരിയർ പോയിന്റ് ആയി. അപ്പോൾ എനിക്ക് ഇത് സബ്സെറ്റ് ഓഫ് BPR എന്ന് കാണിച്ച BPR ഓപ്പൺ ആയല്ലോ അല്ലേ. Qന് ചുറ്റുള്ളൊരു ബോൾ അതിൻ്റെ അകത്ത് തന്നെ കിട്ടി. സോ BPR ഈസ് ഓപ്പൺ അല്ലേ. എവരി പോയിന്റ് ഇസ് ഇൻറ്റീരിയർ പോയിന്റ്. ഓക്കെ, ഇത് കാണിക്കാൻ ഇവിടുന്ന് ഒരു എലമെൻറ്റ് എടുത്ത് ഇവിടെ എത്തിച്ചാൽ പോരെ, സെറ്റ് അല്ലേ. സോ ലെറ്റ് X ബിലോങ്സ് ടു BQR - DPQ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരാളെടുത്തു ഇവിടെ എത്തിക്കണം. എന്ത് ചെയ്യണം, ഈ X ഇവിടെ എത്തിക്കണം. എന്ത് ചെയ്യണം, ഇവിടെ ആരാണ്ടായ Pന്ന് Rൽ കുറഞ്ഞ അകലത്തിലുള്ള പോയിന്റ്സ് അല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ Pയും Xും തമ്മിലുള്ള അകലം R കുറവാണെന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ അത് ഇവിടെ എത്തൂലേ. അപ്പോൾ ഞാൻ ആ ഡിസ്റ്റൻസ് ഒന്ന് പരിഗണിക്കട്ടെ, DPX. ഓക്കെ, ഇനി മെട്രിക് സ്പേസിൽ ആകെ 3 ആക്സിയംസേ ഉള്ളൂ. ആ ഫസ്റ്റത്തെ DPQ > 0, DPQ = DQP, പിന്നെ മൂന്നാമത്തെ ട്രയാങ്കിൾ ഈക്വാലിറ്റി. അപ്പോൾ പ്രൂവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉപയോഗിക്കേണ്ടി വരിക കേട്ടോ. ഇനിവേ നമ്മുടെ ട്രയാങ്കിൾ ഈക്വാലിറ്റി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കത് ആലോചിച്ച് കിട്ടാവുന്നേ ഉള്ളൂ. അത് കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പിനകത്ത് നിങ്ങൾ അത്ഭുതമൊന്നും വിചാരിക്കേണ്ട ഞാൻ എങ്ങനെ ആ ട്രയാങ്കിൾ ഈക്വാലിറ്റി ഉപയോഗിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിരുന്നത്. ഇനിവേ അങ്ങനെ ചിന്തിക്കാത്തവർ ജസ്റ്റ് പ്രൂഫ്, ഇതിൻ്റെയൊക്കെ പ്രൂഫ് CSIR പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് അനുഭവിച്ച് പോയാൽ മതി. ഇതൊന്നും അനുഭവിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഇതിനോടൊക്കെ ഒന്ന് ഫ്രണ്ട്ലി ആവും, കൺസെപ്റ്റ് എന്താണെന്ന് പിടികിട്ടും. പിന്നെ നിങ്ങൾക്ക് ഓർക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ പ്രൂഫൊന്നും ആവശ്യമില്ല. പക്ഷേ ഇത് അനുഭവിച്ച് പോകണം. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടികിട്ടും. മെട്രിക് സ്പേസിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളതായ ഒരു ക്വസ്റ്റ്യനായിട്ട് മാറും അല്ലേ. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടത് കേട്ട് പോവുക, ഒരു വട്ടം ഒന്ന് എഴുതി പോവുക കേട്ടോ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് എന്താ വേണ്ടത്, ഈ X ഇവിടെ ഉണ്ട് കിട്ടണം. അപ്പോൾ എന്താ, Xും P നമ്മൾ DPX <R കാണിച്ചാൽ അവിടെ എത്തി. ഞാനത് എഴുതി പോട്ടെ, അധികം ഓവറാക്കുന്നില്ല. സോ DPX ഇവിടെ ട്രയാങ്കിൾ ഈക്വാലിറ്റി ഉപയോഗിക്കുകയാണ്. < DPQ + DQX ചെയ്താലോ, ട്രയാങ്കിൾ ഈക്വാലിറ്റി വേറൊരു പോയിന്റ് Qയിലേക്ക് പോകുമ്പോൾ അകലം കൂടും, അതാണ്. ഓക്കെ, സോ ഇനി ഞാനെന്ത് ചെയ്യുകയാണ്, ഈ DQX നോക്കുക. Q ഇപ്പോൾ എവിടെ ഉള്ളതാണ്, സോറി X ഇപ്പോൾ എവിടെ ഉള്ളതാണ്, Qൻ്റെ ഈ ബോളിൻ്റെ അകത്തുള്ള R - DPQ. അതായത് ഈ ബോളിൻ്റെ അകത്താണ് ഈ X ഉള്ളത് അല്ലേ. X നമ്മൾ ഇവിടെ നിന്നല്ല എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ Xന് ഇതിൻ്റെ സെൻറ്ററായ Q എന്നുള്ള അകലം <R - DPQ വയ്ക്കൂലേ അല്ലേ. DXQ അല്ലേ, അല്ലെങ്കിൽ DQX എങ്ങനെ എഴുതിയാൽ സെയിം ആട്ടോ. DQX അതായത് Xന് Qയിൽ നിന്നുള്ള അകലം, X ഇവിടെ നിന്ന് എടുത്തതാണ് ഇവിടെ എത്തിക്കാൻ വേണ്ടി. അപ്പോൾ Xന് Qയിൽ നിന്നുള്ള അകലം <this റേഡിയസ് ആയിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുക. ഈ DQXനേക്കാളും വലിയ ഈ നമ്പറോട് ഇവിടെ റീപ്ലേസ് ചെയ്തൂടെ. അപ്പോൾ ദിസ് ഇസ് DPQ + R - DPQ എന്ന് വരില്ലേ, ഇത് ഉപയോഗിച്ചാൽ അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു R. അപ്പോൾ എന്ത് കിട്ടി അല്ലേ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യിപ്പോയി, ബാക്കി R ഉണ്ടാവുള്ളൂ. അപ്പോൾ DPX <R എന്ന് കിട്ടിയില്ലേ, ദാറ്റ് ഈസ് DPX <R. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു പോയിൻ്റ് X എടുത്തു അല്ലേ. ആ പോയിൻ്റ് Xന് P എന്നുള്ള അകലം <R ആണ്. എന്ന് പറഞ്ഞാൽ Pൻ്റെ R ബോളിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ അല്ലേ. Pയും X തമ്മിൽ അകലം <R ആയാൽ which implies X belongs to BPR. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു കഷ്ണം എടുത്തിച്ചു ഇവിടെ എത്തിച്ചു. സോ ഇതിൻ്റെ ഒരു സബ്സെറ്റാണ് ഇൻ എ ജനറൽ മെട്രിക് സ്പേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മെട്രിക് സ്പേസിലും ബോൾ എന്താണ്, ഒരു ഓപ്പൺ സെറ്റാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താ, ഇത് ഞാനൊരു ജനറൽ മെട്രിക് സ്പേസ് പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. ഈ പ്രൂഫ് എനിക്ക് നാളെ ഞാൻ പറഞ്ഞ മെട്രിക് സ്പേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയ പല മെട്രിക് സ്പേസും ഇല്ലേ, നമ്മുടെ എർത്തിൻ്റെ മുകളിലെ മെട്രിക് സ്പേസ്, മറ്റേ ടൊറൻറ്റ് സ്റ്റാറിൻ്റെ ബുക്കിലുള്ള ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള മെട്രിക് സ്പേസ്, വേറെ ഇഷ്ടംപോലെ ഈ 3 പ്രോപ്പർട്ടീസ് അംഗീകരിക്കുന്ന ഏത് സെറ്റിലും, അംഗീകരിക്കുന്ന ഡിസ്റ്റൻസ് ഡിഫൈൻഡ് ആയ ഏത് സെറ്റിലും എനിക്ക് ഈ റിസൾട്ട് കൊണ്ടുപോകാം. അതാണ് ഈ പ്രൂഫിൻ്റെ ഒരു ബ്യൂട്ടി. ഇതൊരു കോമൺ റിസൾട്ടാണ്. അങ്ങനത്തെ എല്ലാ
സെറ്റിലേക്കും വിത്ത് സച്ച് എ ഡിസ്റ്റൻസ് വിത്ത് ദീസ് 3 പ്രോപ്പർട്ടീസ്, ആ 3 പ്രോപ്പർട്ടീസിലെ ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്ത് ഏത് സെറ്റിലും ഈ തിയറം പ്രൂഫാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. R2 പോലും ഇതാണ് പ്രൂഫ്. അല്ലെ ഈ ചിത്രം വരച്ച സാധനം മാത്സിൽ പ്രൂഫായിട്ട് എടുക്കൂല കേട്ടോ. യെസ്, കാരണം എന്താ പറയുക, അത് അനാലിസിസ് പ്രൂഫായിട്ട് എടുക്കൂല. നിങ്ങൾ ബുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെന്താ അൽഫോൾസ് എന്ന് പറഞ്ഞൊരു മാത്തമെറ്റീഷ്യൻ ഉണ്ട് അല്ലേ, ഫസ്റ്റ് ഫീൽഡ്സ് മെഡൽ കിട്ടിയ അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് അനാലിസിൻ്റെ പുസ്തകമുണ്ട്. അതിനകത്ത് കോംപ്ലക്സ് ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ അവിടെ ഒരു ഹെഡിങ് ഉണ്ട്, അത് ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് ചിന്തിക്കാനൊരു എളുപ്പത്തിൽ ഉപയോഗിക്കാം, പക്ഷേ അത് അനാലിസിസിൽ പ്രൂഫായിട്ട് എടുക്കില്ല. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ഈ ചാനലൊക്കെ അങ്ങനെ പോകുന്നൊക്കെ നോക്കട്ടെ. ഇത്തരം പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം ഡീറ്റെയിൽ ആയിട്ട്. കാരണം എന്തുകൊണ്ട് ഈ ചിത്രം വരച്ചത്, ഒരു കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും മാത്തമാറ്റിക്സിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർക്കിളും പോയിൻറ്റും ഒന്നും ഇവിടെ മാർക്ക് ചെയ്യാൻ കഴിയില്ല ജോമെട്രിയിൽ. ചിത്രം വരച്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു പോയിൻറ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഒരു പോയിൻ്റ് അല്ല, ഇതിനും ഒരു സെൻറ്ററും റേഡിയസും ഒക്കെ ആണ്. അതൊരു ഡിസ്കാണ്. പോയിൻറ്റിൻ്റെ റേഡിയസ് 0 അല്ലേ. അപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള മാത്തമാറ്റിക്സിൽ വയ്ക്കുന്ന പോയിൻറ്റിന് നിങ്ങളെ ബുക്കിൻ്റെ അകത്തോ പേപ്പറിൻ്റെ അകത്തോ ബോർഡിൻ്റെ അകത്തോ ഒന്നും റെപ്രസെൻറ്റേഷൻ, ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. അതിനൊരു അപ്രോക്സിമേഷനാണിത്. സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈനായിട്ട് നമ്മൾ വരയ്ക്കുക, പക്ഷേ ഇത് ലൈനല്ല, ഇതൊരു വലിയ റോഡാണ്, ഇതിനെന്തുണ്ട് വിടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അപ്രോക്സിമേഷനായി സംഭവമൊക്കെ. അപ്പോൾ R2 ഒരു ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാനൊരു സുഖത്തിന് വരയ്ക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് R2 റിസൾട്ട് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞത് അനാലിറ്റിക്കലി അംഗീകരിക്കുന്ന സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നമ്മളൊരു മോട്ടിവേഷനാണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും ഇനി നിങ്ങൾ ഈ മെട്രിക് സ്പേസ് ഇല്ലാണ്ട് R2 ബോളൊക്കെ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഇത് നിങ്ങൾ ഇതിന് ഒരു ബോളിൻ്റെ ഡെഫിനിഷൻ, അതായത് √(x²+y² > R എന്നൊക്കെ ബോളിനെ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് Q എടുത്തിട്ട് പിന്നെ അതിൻ്റെ റേഡിയസ് വേറെ വെച്ചിട്ടൊക്കെ നിങ്ങൾ റിഗർസായിട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. എനിവേ ഈ പ്രൂഫ് പക്ഷേ ഇതിനെ ജനറൽ മെട്രിക് സ്പേസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പ്രൂഫിന് R2 വാലിഡ് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം R2 ബോളും ഓപ്പൺ ആണെന്നുള്ളതിൻ്റെ റിഗറസ് പ്രൂഫ്. ഞാൻ കുറച്ച് ഫിലോസഫി പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അതൊക്കെ രസമല്ലേ. മാത്സ് എന്താണെന്നൊക്കെ ഒരു പിടുത്തം കിട്ടൂലേ. എനിവേ സോറി, അടുത്ത വീഡിയോ കാണാം.